ഫസ്റ്റ് കൈ തിരിച്ചില്ല. ഫസ്റ്റ് നമ്മൾ അവിടെ ജാസ്തി വയ്ക്കാൻ പോയത്. ജാസ്തിയോട് എന്തോ പറഞ്ഞിട്ട് ഓന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിച്ച് വെച്ച്. ടിക്കറ്റ് മേടിച്ച് വെച്ചാൽ അയാൾ കുറെ നേരം പോയി. നമ്മൾ ടിക്കറ്റ് വയ്ക്കാൻ പോയി. ടിക്കറ്റ് വയ്ക്കാൻ പോയപ്പോ അയാൾ ചൂടായിട്ട് ഇങ്ങോട്ട് കയറി വരും മേത്തേക്ക്. അപ്പൊ വീടെടുക്കാൻ വന്നു. വീടെടുക്കാൻ വന്നപ്പോ ഫോൺ എടുത്തിട്ട് വേറെ സാറ് വിളിച്ചിട്ട് വന്ന് ഫോൺ എടുത്ത് വെച്ച്. സാറ് ഫോൺ കയ്യിൽ എടുത്ത് വെച്ച്. എന്നിട്ട് എടുത്തതിന് ശേഷം ഫോൺ പോയില്ല, വീടൊന്നുമില്ല. അപ്പൊ ടീച്ചർ മേത്തേക്ക് കയറിയില്ല. എന്നിട്ട് എന്റെ ഞാൻ ഇപ്പൊ ക്യാമറ ആക്കിയപ്പോ കാലില്ല. കാല് മടക്കിട്ട് മേത്തേക്ക് അടിക്കാൻ വരുത്താം. അപ്പറ ബാക്കോട്ടെ പോയി. ടിക്കറ്റ് കാണിച്ചു ജനറലിൽ അത് എന്നോട് എന്താ ഈ ജനറലിന്റെ ലീലെന്താ വെച്ചു അവൻ വേറെ കൺവേർട്ട് ചെയ്ത് സീറ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഇത് സീറ്റ് കൺവേർട്ട് ആക്കാൻ പറ്റും. നമ്മൾ മൂന്നാൾക്ക് ടിക്കറ്റ് ഉണ്ട്. കൺവേർട്ട് ആക്കാൻ മാത്രം അദ്ദേഹത്തിന് ചോദിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മോട് ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കുത്തി വന്ന ടിക്കറ്റ് ഇല്ല. നിങ്ങളുടെ ചമ്മാടി നിങ്ങളാരും കയറിയത് ക്യാമറ കാണിക്കാൻ പറ്റില്ല. ടിക്കറ്റ് നമുക്ക് അടുത്തേക്ക് മാറാം. എന്റെ ഫോൺ PDF അയച്ചു. ഫോൺ കാണിക്കാം. അപ്പൊ ഇവരുടെ ഫ്രണ്ടിലാണ് നമ്മൾ മൂന്നാൾ പോയ സമയത്ത് ഇവരെ കണ്ടവടനെ അവിടെ നീ സംഭവം വെച്ചാൽ നമ്മൾ ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് ഒന്നില്ലടാ. വേണ്ട വേണ്ട വേണ്ട. ഒരു തുടങ്ങിയ സമയത്ത് ഈ കാരണവശാല പിന്നെ വന്നു ഈ സമയത്ത് എന്റെ മുഖാക്ക് നമ്മളെ ഈ ഫോൺ അദ്ദേഹം കാണിക്കരുതേ. അപ്പൊ ആ സമയത്ത് പറഞ്ഞ് മമ്മു എടുക്കുന്നത് കുടിച്ചേ. ഞാൻ എന്തായാലും വരട്ടെ. നമ്മൾ പറയാം ഫൈൻ അടക്കാം. എന്റെ മെഡിക്കലിന്റെ കാര്യം പറ. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അവിടെ വന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ചുമ്മാ അവിടെ വന്നിട്ട് നീ തലയിൽ കയറി കളിക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്, മനസ്സിലായില്ല? ഈ യൂട്യൂബർ അതൊക്കെ നിന്റെ പ്രൊഫഷൻ അത് വേറെ ആയിരിക്കും. ഒരു പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ അത് എന്താണ് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ വക്കീലൊക്കെ അതൊക്കെ പിന്നെ മനസ്സിലായില്ലേ? നമ്മൾ പേടി കാരണം നമ്മൾ ഇതൊക്കെ ചോദിക്കുകയാണ്. എന്തെങ്കിലും എവിഡൻസ് വേണ്ട സാറേ. എവിഡൻസ് അല്ല, നിങ്ങള് പ്രശ്നങ്ങള് വലുതാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാകും. പറഞ്ഞോ ഞാനില്ല ഒന്നും സംസാരിച്ചില്ല. ഞാൻ നിങ്ങാണ്ടിരിക്കുന്നോടാ. അടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ചൂടായിരുന്നു. ടിക്കറ്റ് ടീച്ചർ ഇല്ല, ടിക്കറ്റ് പ്രൂഫ്. അതൊക്കെ പിന്നീടുള്ള കാര്യം. സംസാരിക്കും എന്താണ് പ്രൊസീജിയർ സാറിനോട്. എന്താ സംഭവം ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. എന്റെ കാര്യം അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിക്കട്ടെ കേട്ടോ. എന്റെ പേര് ലത്തീഷ്. അതെ അതെ സാർ എന്താ ചെയ്യണ്ടേ? എന്താ നമ്മൾ ചെയ്യണ്ടേ? എന്താ ഇപ്പൊ നിങ്ങള് എന്താ സാറേ സംഭവം? കൊണ്ട് പോയി
നമ്മളെ കാര്യം നമുക്ക് നമ്മളെ സംസാരിക്കേ എന്താ പറഞ്ഞ വരുന്നത്? ഞാനറിയില്ല ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെന്തോ കൊടുക്കാനുള്ള പരിപാടി വരെ എനിക്ക് തോന്നുന്നു. അറിയില്ല. കാരണം വെച്ചാല് സൗമ്യമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലൊക്കെ ആംഗ്യ ഭാഷ കാണിക്കുന്നു. എന്തോ ഇവന്മാർക്ക് പണി കൊടുക്കാവുന്ന രീതിയിൽ അറിയില്ല. പോകാൻ പറ്റും ഇത് ഉറപ്പില്ല എനിക്ക്. ഒരു ടിക്കറ്റിന്റെ പേരിൽ ടിക്കറ്റിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയാം, ഇപ്പൊ ഇവിടെ അതിലെ മൈനർ ആയതുകൊണ്ട് അടിച്ചെന്ന് പറഞ്ഞില്ലേ. അടിച്ചെന്ന് പറഞ്ഞപ്പോ അടിച്ചെന്ന് പറഞ്ഞപ്പോ ഇതിന്റെ പേരില് കാരണം അതിന്റെ മുകളിൽ വേറെ കേസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തൊക്കെ ഒരു പുകഞ്ഞ് ആലോചിക്കുന്നു. എനിക്ക് അറിയില്ല എന്താ സംഭവം. നമ്മളെ ഭാഗത്ത് നമ്മൾ അപമര്യാദയായിട്ട് ഒന്നും സംസാരിക്കണ്ട. കാരണം നമ്മൾ നമുക്ക് നിയമത്തിന്റെ വഴിയിൽ നമുക്ക് പോവാം കേട്ടാ. പോസ്കോ കേസ് എന്നൊക്കെ പറയുന്നു. പോസ്കോ കേസ് നിന്നല്ല അയാൾ മുട്ടുകൊണ്ട് നിന്റെ ഇങ്ങോട്ടേക്ക് മറ്റേ അങ്ങോട്ടേക്ക് ഇതാക്കാൻ നോക്കിയത്. അതൊക്കെ മിസ്റ്റർ ടൊക്കിയോ പറയുന്നത് എന്താ അറിയാ, അമ്മാർച്ചയുടെ തൊപ്പി കാരണമാണ് പ്രശ്നം ഇങ്ങനെ ആയത്. ഓനെന്താ പറഞ്ഞത്? ഓൻ പറഞ്ഞ് നിന്നെ അടിച്ച സമയത്ത് നമ്മൾ പേടിച്ചോനെ വിളിച്ചപ്പോ പറഞ്ഞു, അതായത് നിന്റെ ലോക്കൽ ഗാർഡിയൻ ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ സമയത്ത് ഓൻ പറയാ തൊപ്പി കാരണം ഓൻ എന്താ ചെയ്തത്? ഓൻ പറഞ്ഞു സാറേ അവരൊന്നും ചെയ്യരുത്, എത്ര ഫൈൻ ആണെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞില്ലേ, എത്ര ഫൈൻ ആണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞില്ലേ. എന്നിട്ടും ലൈവ് കട്ടായാ? അപ്പൊ ഇവിടെ ഫോൺ വെച്ച് കാരണം നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാൻ പറയാൻ പറ്റില്ല. എവിഡൻസ് വേണ്ടിട്ട് അടച്ചു. ആവശ്യമില്ല നമ്മൾ അല്ല അങ്ങനല്ല, ഉള്ളിൽ എന്തായാലും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റില്ല. നമ്മളെ പേരിൽ കേസില്ലല്ലോ. കേസ് ഇപ്പൊ ഓൾറെഡി കൊടുത്ത കേസ് അനുസരിച്ചിട്ട് ഒരു 10-20 കേസ് ഉണ്ടാവും. കാരണം വെച്ചാല് നമ്മളിപ്പോ ഇപ്പൊ തെറ്റുകാർ നമ്മളാകുന്ന രീതിയിലാണ് മൊത്തത്തിലുള്ളത്. ഇപ്പൊ എന്താ നോക്കിയാലും ഇവരിപ്പോ പറയും ഒരു കാര്യം ശ്രദ്ധിച്ച ആദ്യം ആ പോലീസ് നമ്മൾ എത്ര റൗഡായിട്ട് സംസാരിച്ചു. ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ഇതിപ്പുറത്ത് ട്രെയിൻ എത്തിയിട്ടുള്ളതാട്ടാ. ദാഹിക്കുന്നേരം വെള്ളം ഉണ്ടാ? വെള്ളം കിട്ടോ? വെള്ളം കുടിക്കാം. എനിക്ക് പേടിയാ. ഇവരെന്തോ ഒരു ചെയ്യുന്ന പോലെ ഒരു ഇതുണ്ട്. പോലീസുകാർ എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അയാളെ പണിയെടുക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. ഭീഷണിപ്പെടുത്തൂലോ അയാളെ? എന്ത് അല്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ. കാരണം വെച്ചാൽ ഗവൺമെന്റ് ഏതെങ്കിലും ആണെങ്കിലും അവസാനം ഇതേപോലെ ഇത് മാറിയാ കാര്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി പല രീതിയിലും അട്ടിമറിക്കാൻ നോക്കി ഇങ്ങനൊക്കെ പലതും വരും. പക്ഷെ എന്തോ ഭാഗ്യം അത് എടുത്തുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെട്ടു. എടുക്കണ്ട കോള് ഇതാവുക. നമ്പർ ലീക്ക് ആവും. എന്തെങ്കിലും ലീക്ക് ആയാ? ഞാനറിയില്ല. ഞാൻ ആ കോൾ വിളിക്കുമ്പോ അടുത്ത നമ്പർ ഇതായിനാ. ഞാൻ അതിന്റെ വിളിക്കുമ്പോ വിളിച്ചത് മുന്നേ വെള്ളം പണി ചോദിക്കോട്ടെ. വെള്ളം കിട്ടും. വേണ്ട എന്ത് വേണ്ട ആവശ്യമില്ല. ചിലപ്പോ അങ്ങനെയോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യ ഒരു ടീച്ചറുണ്ടല്ലോ എന്തോ കള്ളക്കേസ് കൊടുക്കാൻ പറഞ്ഞ അതും കൂടി അത് ആറുണ്ട്. ആ കള്ളക്കേസിലും കൊടുക്കണ്ടോ? ഏതോ ഫസ്റ്റിലല്ലോ ഒറ്റ വാക്കി പറയുന്നല്ലേ. വെള്ളം കിട്ടണ്ടായി. സാറേ വെള്ളം കിട്ടോ? സാറേ കുടിക്കാൻ വെള്ളം കിട്ടോ? എത്തുണ്ടല്ലോ. മമ്മ എടുത്തിരുമ്പോ വെള്ളം കിട്ടുമ്പോ ആയിട്ടാ തൊണ്ട എടുക്കുന്നത്. കുപ്പിവെള്ളം മേടിച്ചാ പോരെ? എടുത്തിരുമ്പോ ഒരു കുപ്പിവെള്ളം മേടിക്കുമ്പോ പോകാൻ പറ്റില്ല.
അത് വെള്ളം എടുത്തിട്ട് മതി ക്ലാസ് അമ്മോ ജയിലിൽ പിടിച്ചിടൊന്നും ചെയ്യില്ല പോയിക്കോ അക്കാ വെള്ളത്തിൽ ചിലപ്പോ ടീച്ചറിനെ കലക്കി തരൂ, പറയാൻ പറ്റൂല. ഫസ്റ്റ് ഉറപ്പ് പിടിച്ചിട്ട് ഒരു ഫോൺ വോയിസ് റെക്കോർഡ് ചെയ്തോട്ടാ. എന്റെ ഫോൺ റെക്കോർഡ് ചെയ്ത് ചോദിച്ചു. എന്റെ ഫോൺ വെറുതെ റെക്കോർഡ് ചെയ്തിട്ട് ബാഗിൽ കിട്ടോ. എന്തിന്? കഴിഞ്ഞില്ലടാ അത് വള്ളടാ. നീ വള്ളം എടാ അങ്ങനെ ഞാൻ കുടിക്കാം. നമുക്ക് പേടി എന്തിനു പേടി? അതിന്റെ ഫോൺ കുടിക്കില്ല. അങ്ങനെ മമ്മ അറിയിപ്പ മമ്മ എടുത്തന്നെടാ അവസ്ഥ. ആ ആരെ വിളിക്കുന്ന എടുക്കണ ഇതൊരു കേസാന്നല്ലേടാ. നീ ഉള്ളിൽ പോകുമ്പോ കേട്ടെ? ഞാനൊന്നും കേട്ടിട്ടില്ല. ഞാനൊന്നും കേട്ടിട്ടില്ല. എന്താ പറയുന്നുണ്ടോ? വേണ്ട 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 വേണ്ട, അല്ല അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇത് നടന്നുകൊടുക്കാം. ഇത് 3 ട്രെയിനല്ലേ? വേറെ ട്രെയിനാണിത്. 3 ട്രെയിൻ ട്രെയിനാടാ. നമ്മള് വന്നതല്ല, നമ്മള് വന്നത് പോയി. പോയാ വേണ്ട ഇതിന് വന്നിട്ട് നമ്മളും കൊടുക്കും. ഇത് എറണാകുളത്തേക്ക് പോന്നെയാ? എറണാകുളം പോന്നെയാ? അത് എറണാകുളം പോലും മമ്മു. എറണാകുളം പോകുമ്പോഴും പോന്ന മട്ടാരില്ല, ടിക്കറ്റ് ഇല്ലല്ലോ. ഈ വണ്ടിയിലടാ വേറെ ടിക്കറ്റ് മേടിച്ചിട്ട് ടിക്കറ്റ് മേടിച്ചില്ലേ? പുതിയ കേസ് ഇട്ടു. വേറെ കേസ് ഇട്ടു. അവസ്ഥ നോക്കണേ. കൺവേർട്ട് ചെയ്യാൻ പൈസ എടുക്കാണ്ട് തന്നെ പൈസ എടുക്കാന്ന് പറഞ്ഞില്ലേ? പൈസ അല്ല, ഫൈനിന്റെ ഫൈനും കൊടുക്കാൻ ഫൈനല്ലല്ലോ വേണ്ടത്. അതൊക്കെ വെറുതെ കുറച്ച് പൈസ വേണം. അതാ ഫസ്റ്റ് പൈസ കൈവക്കാൻ പറ്റുക. ഒരു മിനിറ്റ്. പറഞ്ഞോ. ഇല്ല, ഞാനേ വക്കീലെ എല്ലാരും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇല്ല, വക്കീല് വരുന്നില്ല. വക്കീല് വരുന്ന കാര്യല്ല. നീ പറഞ്ഞോ. ഇത് കുടിക്കോ നീ കുറച്ചേരോ? ഒറ്റ മിനിറ്റ് ഞാനൊന്ന് ഇവിടെ വിശദമായിട്ട് എന്താണ് ഇവിടെ പ്രൊസീജിയർ ചോദിച്ചിട്ട്. ആയിക്കോട്ടെ, ചോദിച്ചിട്ട് വിളിക്കാം. ഇപ്പം ചോദിച്ചിട്ട് വേണ്ട ഇപ്പൊ സംസാരിച്ച് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ് നിൽക്ക്, റാമ്പം വിളിക്കുന്നു. പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. ഒരു മിനിറ്റ് ഞാനില്ലേ ഒന്ന് ഇതിന്റെ പ്രോട്ടോകോൾ പണിയില്ല, അതിന് വേണ്ടി ഓഫീസിൽ കയറാൻ നിൽക്കാം. സാറേ, ഇത് നമ്മൾ വന്ന ട്രെയിനാണോ? അല്ല, അത് പോയി തോന്നുന്നു. ഇവിടെ വേറെ ട്രെയിൻ ഉണ്ട്. ഇത് കൊച്ചിയിലും ട്രെയിൻ സാറേ. അന്ത്യോദയ അങ്ങനെ ഏതോ ട്രെയിനാ. എടാ റാംബോ, ഞാനിപ്പോ വിളിക്കാം. പോലീസ് ഞാൻ ഇതിന്റെ സ്റ്റേഷനിൽ ഉള്ളിൽ കയറിയിട്ട് എന്താ അവിടെ നടക്കുന്നത് ജസ്റ്റ് ചോദിച്ചു നോക്കി. ഇനി എന്താ പ്രൊസീജിയർ, നിൽക്കണോ പോണോ, ഇല്ല കേസിന്റെ എന്താ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് നോക്കാം. അല്ല കേസ് അവര് എഴുതണ്ടേ? ഈ വാക്കില കയറി പിടിക്കുന്നത്. എഡിറ്റ് ചെയ്യാൻ പറ്റൂലേ? ട്രെയിനിലൊക്കെ നിൽക്കാൻ പറ്റൂല. അതായത് ഇതിലേക്ക് അതായത് എത്രാമത്തെ ഉള്ള ട്രെയിനിന്റെ അത്ര റീൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ക്യാമറ ഓണാക്കാൻ പറ്റും ട്രെയിനകത്തുനിന്ന്? അല്ല പറ്റത്തില്ല. 2 ദിവസം കഴിയട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുമോ? അതിൽ കയറി പിടിക്കണം.
ജീവിക്കണമെന്ന് അതുകൊണ്ടാണ് കാരണം എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സാറേ, ലൈവാ. ബേബി പോകുന്നുണ്ട്. മക്കളെ ഏജുള്ള ആൾ അടിക്കാൻ പറ്റുമോ? ആരടിച്ച് ഇയാൾ അടിക്കാൻ വന്നില്ല. ഇയാള് രാജമാണിക്യത്തിന് മമ്മൂട്ടി ആയില്ലേ ട്രെയിനിലുള്ള. കൊച്ചിട്ട് കൊണ്ടുള്ള സാധനം. പോകാൻ പറ്റില്ല, സമയമായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. പേരെന്ത്? ജിജിത്ത് എന്നാണ് ഈ നമ്മളെ ജിജിത്ത. സ്ഥലം എവിടെയാ? തലശ്ശേരി. തലശ്ശേരി എവിടെയാ? അവൻ താല്പര്യമുള്ള ഞാൻ കണ്ണൂരാ. കടലായി. പാനൂർ. തലശ്ശേരി പാനൂർ അല്ലേ? സാറിന്റെ അഡ്രസ് എന്താ പാനൂരാണോ? അതൊക്കെ ഇടയാലോ. നോക്കി കണ്ടിട്ടോ. സാധനങ്ങൾ തിരിച്ചു വരും. നീ കുറെ നേരം ആയല്ലോ. അതെ അതെ അവനെന്തായാലും 17 ഉള്ളൂ. മക്കളെ കടല ആദ്യ കടലായി. കേരള കണ്ണൂർ ആദ്യ കടലായി. തോട്ട വാട്ടർ ടാങ്ക് 6703 പിൻകോഡ്. സെലീന മൻസിൽ ഹൗസ് നെയിം. ഞാൻ ഇതാ ഇരിക്കൂർ കുളപ്പൊക്കെ അറിയില്ല. കുറ്റിപ്പുറത്ത് നമുക്ക് പരിപാടി. ബാക്കി പറയാത്ത പഴമ്പ് ബാക്കി പറ. 2 ദിവസം കഴിഞ്ഞിട്ടായി. മുട്ട ഇത് ചാറ്റ് കാണണ്ടല്ലോ. അതിലേക്കാ ഇത് ചാറ്റ് ആണോ? ഇതാ എന്താ പറഞ്ഞ ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ ഞാനിപ്പോ ഓൾറെഡി പോയിട്ട് ചോദിച്ചു, അതായത് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഒരു കാര്യം എന്നോട് ഇപ്പൊ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. അതായത് എന്നോട് എനിക്ക് പറയാം എന്താണ് ധൃതി എന്തിനാ ആവേശമാക്കുന്ന ആവശ്യം. അപ്പൊ ഞാൻ വെച്ചാൽ സാറേ ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്താ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റും. അപ്പൊ എന്നോട് പറഞ്ഞു വെച്ചാൽ അവിടെ നിൽക്ക്, സംസാരിക്കല്ല, അങ്ങോട്ട് പറയുന്ന കേക്ക്. പിന്നെന്താ പറയാ, അവരെന്തോ ഒരു കേസിൻ്റെത്, പിന്നെ മൂപ്പര് കേസ് അത് ഫയൽ ചെയ്തിട്ടില്ലെന്നോ എന്തോ വിളിച്ചിട്ട് പറയാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്കറിയില്ല ഇവിടെ നിന്ന് നടക്കുന്നത്. അതായത് ഇപ്പൊ മറ്റൊരു ജംഷി വിളിച്ചിട്ട് ചോദിച്ച് മറ്റേ വക്കീലിനോട് വരണോ വരണ്ടേ. അപ്പൊ ഇവിടുത്തെ പ്രൊസീജിയർ എന്താ അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാം, നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റും. അത് വക്കീൽ ഇങ്ങോട്ട് ഡയറക്റ്റ് വരണോ വരണ്ടേ ചോദിച്ചു. എനിക്ക് അറിയില്ല. അതായത് അവര് പറഞ്ഞു നിക്ക് പറയാന്ന് പറഞ്ഞു. ഒന്നും വിട്ട് പറയുന്നില്ല. ഇപ്പൊ കുറച്ചും കൂടി നിൽക്കുകയാണ്. അവിടെ നിൽക്ക്. അറിയില്ല. ടീച്ചർ 2 ദിവസം കേട്ട് ബാക്കി കാണാം. അയാൾ വലിയ ആരോ ആണെന്നാ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാ അയാൾ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം അറിയും. ടീച്ചർ നീ നമ്പർ കാണിക്കല്ലേ? ഇല്ല 2 ദിവസം കഴിഞ്ഞിട്ട് എന്താ കാണിക്കാൻ? എന്താ അറിഞ്ഞൂടാ. നോക്കാം.